പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡൽഹിയിലേക്ക് പോയി ലൈവായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മാനസ. ഇതേ തുടർന്ന് ആന്റിയമ്മയെ ഫോൺ ചെയ്ത് ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേൾക്കുന്ന ആന്റിയമ്മ, അത് നല്ലതല്ലേ, നീ അവിടേക്ക് പോവുകയാണ് എങ്കിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും, അത് ഭാവിയിൽ നിനക്ക് തന്നെ ഉപകാരപ്പെടും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആന്റിയമ്മ എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനല്ല ആ ഡിസൈൻ വരച്ചത്, അത് വരച്ചത് കൺമണിയാണ്. ഇത് കേട്ട് ആന്റിയമ്മ ഞെട്ടിപ്പോവുകയാണ്. കൺമണിയോ? നീ എന്താ ഈ കാര്യം ആദ്യം പറയാതിരുന്നത്? അപ്പോൾ നിന്റെ പേരിൽ എല്ലാ ഡിസൈനും വരച്ചത് കൺമണിയായിരുന്നോ? അതെ ആന്റിയമ്മ, ഞാനല്ല അവിടെയുള്ള ഡിസൈൻ ഇതുവരെ ഡിസൈൻ ചെയ്തത്, എല്ലാം ആ കൺമണിയാണ്. അവൾക്കാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിനുള്ള കഴിവുള്ളത്. ഞാൻ കൃഷിന്റെ മനസ്സിൽ കയറിപ്പറ്റുന്നതിന് വേണ്ടി അതെല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഓ, അപ്പോ ദേവിജി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് അല്ലേ? അതെ, അത് സത്യം തന്നെയാണ്. എല്ലാ ഡിസൈനും അവൾ തന്നെയാണ് വരച്ചത്. എന്നെ സഹായിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് ഒടുവിൽ അവൾ വരികയാണ് ചെയ്തത്. അവൾക്ക് യാതൊരു കാര്യവും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ എന്നെ സഹായിക്കുന്നതിന് അവൾ മുന്നിലേക്ക് കയറി വരികയും ചെയ്തു. ഇതിപ്പോൾ പക്ഷേ എനിക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോവുക? അവിടേക്ക് പോയാൽ തന്നെ ഞാൻ എങ്ങനെ കാര്യങ്ങൾ ലൈവായി ചെയ്തു കൊടുക്കും? ആന്റിയമ്മ എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ചു തരണം. ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും മുൻപിൽ പോയി ഞാൻ നാണം കെടേണ്ടതായി വരും. ആന്റിയമ്മ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, എങ്ങനെയാണ് ഇതിൽ നിന്ന് ഊരാൻ പറ്റുക എന്ന്. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കുകയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കമ്പനിയുടെ നില വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് നിനക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതോടെ ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ കള്ളത്തരം പുറത്തു വരികയാണ് എങ്കിൽ ഈ വിവാഹം തന്നെ മുടങ്ങിപ്പോകും. കൃഷിനെ സ്വന്തമാക്കുക എന്നുള്ള സ്വപ്നമാണ് എൻ്റെ അവിടെ ഉടയാൻ പോകുന്നത്. അത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അനുവദിക്കുകയില്ല. എന്നെ രക്ഷിക്കണം ആന്റിയമ്മ. ആന്റിയമ്മ മാത്രമാണ് എനിക്ക് തുണയായുള്ളത്. ആന്റിയമ്മ എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു തുടങ്ങുകയാണ് മാനസ. ഇതോടെ ആന്റിയമ്മ, നിന്നെ ഞാൻ കൈവിടില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതല്ലേ. ഉം, ഒരു കാര്യം ചെയ്യേ, നിന്റെ കൂടെ കൺമണിയെയും കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് നീ ഒന്ന് ആലോചിക്കേ. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് എന്നും കൺമണി കൂടെ വന്നാൽ നന്നായിരിക്കും എന്നും പറഞ്ഞ് കൃഷിനെയും സാഗറിനെയും കൺവിൻസ് ചെയ്യുകയാണ് ആദ്യം നീ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ പിന്നെ എളുപ്പമായി. ഡൽഹിയിൽ വന്ന് ആരും നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല. ഡിസൈൻ അവൾ ചെയ്തതുകൊണ്ട് അവളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയാൽ മതി. ഈ കാര്യം ഇവിടെയുള്ളവർ അറിയുകയുമില്ല. എങ്ങനെയുണ്ട് എൻ്റെ പദ്ധതി? നമ്മൾ കുറച്ച് ബുദ്ധി പ്രയോഗിച്ച് കാര്യങ്ങൾ നടത്തിയാൽ നിഷ്പ്രയാസം നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പദ്ധതി പാളിപ്പോകും എന്ന് പേടിക്കുകയേ വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ഇത് നല്ലൊരു പദ്ധതി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന മാനസ, പക്ഷേ ഇനി കാര്യങ്ങൾ നടക്കുമോ എന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുകയാണ് മാനസ. എന്താണ് കൺമണി, പെട്ടെന്ന് എന്തു പറ്റി? എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് ഇപ്പോൾ അത്യാവശ്യമായി വേണം.
നീ എന്നെ കൈവിടില്ല എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മാനസ മേഡം പറയൂ, മാനസ മേഡത്തെ എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടത്? കൃഷിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്ന് നിനക്ക് വ്യക്തമായി അറിയാമല്ലോ കൺമണി. ആ, അതുകൊണ്ടെന്താ? ഇപ്പോൾ പുതിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. അവിടെ വെച്ച് ഡിസൈൻ ലൈവായി വരച്ച് കാണിക്കേണ്ടതായി വരും. മാത്രവുമല്ല, ഒരു പക്ഷേ ആ ഡിസൈൻ ആവശ്യമായി വന്ന സാധനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും മുതലായവയെക്കുറിച്ച് എനിക്ക് അവിടെ പറയേണ്ടതായും വരും. എനിക്കിതേപ്പറ്റി വലിയ അറിവൊന്നുമില്ല എന്ന് നിനക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയാൽ പിടിക്കപ്പെടും. അലിക ഡിസൈൻസിന്റെ എല്ലാ കാര്യവും ഇതോടെ അവർ എഴുതി തള്ളുകയും ഈ കാര്യം സാഗറിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതോടെ എൻ്റെ കരിയറും അതുപോലെ തന്നെ കൃഷിനെ സ്വന്തമാക്കാമെന്നുള്ള ആഗ്രഹവും എന്നേക്കുമായി നഷ്ടമാകും. എനിക്ക് അതൊന്നും ഓർക്കാൻ കൂടി വയ്യ. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കൺമണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന കൺമണി, ഞാൻ എന്താണ് ചെയ്യുക മാഡം? ഡൽഹിക്ക് മാഡത്തിൻ്റെ കൂടെ വരാൻ എനിക്ക് പറ്റില്ലല്ലോ. അതെ, നീ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ വരണം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ മുന്നിൽ ഇതെല്ലാം പറയുന്നതിനുള്ള കോച്ചിങ് എനിക്ക് തരണം. ഇത് കേട്ടതിനെ തുടർന്ന് ഇത് എങ്ങനെയാണ് വരച്ചത് മുതലായ കാര്യങ്ങൾ എനിക്ക് മാഡത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും. കൂടെ ഡൽഹിക്ക് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവിടേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിനൊന്നും പൈസ എൻ്റെ അടുത്തുണ്ടാവുകയില്ല. മാത്രവുമല്ല, ഒരുപക്ഷെ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ക്രിസ് സാർ മുന്നിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്ന മാനസ, അതൊന്നും പ്രശ്നമല്ല, ആ കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നീ ധൈര്യമായി ഇരിക്കൂ. ഇപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം നേരെ വീണത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാനസ സന്തോഷത്തോടെ മടങ്ങിയിരിക്കുകയാണ് അവിടെ നിന്ന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.